സുഹൃത്തുക്കളെ വെറും 349 റുപ്യക്ക് അടിപൊളി ഒരു ഇഫ്താർ സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. അറബിക്കടലിനോട് ചാരിറ്റ് ബീച്ചിലാണ് ഈ ലൊക്കേഷൻ വരുന്നത്. ലക്ഷദ്വീപിൻ്റെ ആംബിയൻസിൽ കംപ്ലീറ്റ് അറബിക് തീമിൽ ഡെക്കോർ ചെയ്ത ഒരു അടിപൊളി ഇഫ്താർ സ്പോട്ട്. ഡയറക്റ്റ് കടലിലേക്കുള്ള വ്യൂ തിരൂരിലെ മറ്റു ബീച്ചുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കീപ്പ് ആൻഡ് കാമായ ബീച്ച്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയ ബ്ലൂ ലഗൂണിലാണ് സെറ്റാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് പ്രൈവസിയും നമുക്ക് കിട്ടും. അതുപോലെ ബാത്റൂം സൗകര്യവും ഇവിടെ തന്നെ വരുന്നുണ്ട്. നോർമൽ ടേബിൾ, മജ്ലിസ്, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. കടൽ കാഴ്ചകളും കണ്ട് കടൽക്കാറ്റേറ്റ് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നോമ്പ് തുറക്കാം. ബീച്ചിലൊരു നോമ്പ് തുറ എന്ന ഈ ഇഫ്താർ പ്രോഗ്രാം ചെയ്യുന്നത് തിരൂരിലെ തന്നെ പ്രമുഖ ഇവന്റ് മാനേജ്മെന്റ് ടീമായ ഓക്ലിഫ് ഇവന്റ്സ് ആണ്. നോമ്പ് തുറക്കാൻ കൊടുക്കുന്നത് ഡ്രിങ്കിങ് വാട്ടറും 2 ഐറ്റംസ് ജ്യൂസും കട്ട് ഫ്രൂട്ട്സും ഡേറ്റ്സും സ്നാക്സും ഒക്കെയാണ്. ഇനി നിങ്ങൾക്ക് ഫുഡ് ഇല്ലാതെ ടേബിള്, മജ്ലിസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ബുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ 50 മേലെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഓൾ പ്രോപ്പർട്ടി നിങ്ങൾക്ക് മാത്രമായിട്ടും ബുക്ക് ചെയ്യാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നിസ്കരിക്കാനുള്ള സൗകര്യവും ഇവിടെ തന്നെ ഉണ്ട്. ഫുഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ഐറ്റംസിൽ പൊറാട്ട, നൂൽപുട്ട്, പത്തിരി, പിന്നെ ചിക്കൻ സുർബിയാനും, ചിക്കൻ ചെട്ടിനാട് കറിയും, നല്ല തേങ്ങാക്കൊത്തിട്ട ബീഫ് വരട്ടിയതും, പിന്നെ സുലൈമാനിയും. വർഷങ്ങളായിട്ട് ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഓക്ലീഫ് ആയതുകൊണ്ട് തന്നെ ഫുഡിന്റെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വെക്കണ്ട. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് സീറ്റുകളെ ഇവിടെ അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഇപ്പം തന്നെ ബുക്ക് ചെയ്തോ. പ്രീ ബുക്കിംഗ് മാത്രമേ ഇവിടെ അവൈലബിൾ ഉള്ളൂ കേട്ടോ. ലൊക്കേഷൻ വരുന്നത് തിരൂർ കൂട്ടായി ആശാമ്പടിയിലാണ്. ഇവിടെ വന്നപ്പോൾ നല്ല ആംബിയൻസ്, നല്ല ട്രീറ്റ് അല്ലേ, നല്ല ഫുഡ്, ഭക്ഷണം എല്ലാം ഒരു സ്പെഷ്യൽ ഒക്കേഷനാണ്. നല്ല പരിപാടിയായിരുന്നു. ഞങ്ങൾ പൊന്നായിരുന്നാണ് വരുന്നത്. നമ്മളെ കസിൻ ഉണ്ട്, അവൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ വന്നപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. ഫുഡായാലും എല്ലാ കാര്യങ്ങളൊക്കെ എന്തായാലും ഉഷാറാവട്ടെ. ഇനി വരുന്ന ദിവസം